Welcome to the new series of Prep Academy where we discuss about various careers, its career progressions, educational pathways and challenges. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേർണലിസത്തെ കുറിച്ചാണ്. നമുക്കറിയാം ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകളിലൊന്നാണ്. നമ്മളിത് എൻട്രൻസ് എക്സാം CUT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ എക്സാമിനേഷനും ഉണ്ട്. ഇതുവഴി നമുക്ക് കയറുന്ന പ്രീമിയം കോളേജസിലാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ തന്നെയും പ്രിന്റ് ജേർണലിസം, മീഡിയ ജേർണലിസം, ബ്രോഡ്കാസ്റ്റ് ജേർണലിസം, ഡിജിറ്റൽ ജേർണലിസം, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ്, ഇങ്ങനെ ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ജേർണലിസത്തിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എത്തിക്കൽ ഡിലമാസ് ഉണ്ടാകുന്നൊരു ഫീൽഡാണ് ജേർണലിസം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നെറ്റ്വർക്കിംഗ് സ്കിൽസും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാം ഒരുപാട് ടെസ്റ്റ് ചെയ്യുന്നൊരു ഫീൽഡാണ് ജേർണലിസം. അത്യാവശ്യം നല്ല വർക്ക് പ്രഷറും അതുപോലെ തന്നെ ടെക്നിക്കൽ അഡാപ്റ്റബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷനുമാണ് ജേർണലിസം. നമ്മുടെ കരിയർ പാത്ത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ റിപ്പോർട്ടർ അല്ലെങ്കിൽ ന്യൂസ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ന്യൂസ് റിസർച്ചർ എന്നുള്ളൊരു പൊസിഷനിലേക്കായിരിക്കും വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ കറസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ സബ് എഡിറ്റർ, പിന്നീട് എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റർ ഇൻ ചീഫ് എന്നിങ്ങനെ ഒരുപാട് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഒരു ടാലൻറ്റും നമ്മൾ ആൾക്കാരുമായിട്ട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതും നമ്മുടെ നെറ്റ്വർക്കിംഗ് സ്കിൽസും ഇതെല്ലാം ചലഞ്ചിങ് ആണ്. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആസ്പിറൻസിനോട് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക ബേസിക്കലി. അതുപോലെ തന്നെ കിട്ടാവുന്നിടത്തുനിന്നെല്ലാം നല്ല ഇൻറ്റേൺഷിപ്സ് എടുക്കുക. സ്റ്റേ ഇൻഫോംഡ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷനായിരിക്കും ജേർണലിസം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കരിയർ.